this is me, your Srikutti Sunilkumar, and welcome to my YouTube channel. ഹലോ, അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ അതങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയെ കൂട്ടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കൂടാതെ ഞങ്ങൾ പുതിയൊരു ആളെ കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് കുറച്ച് പരിചിതമായിരിക്കും. കുറച്ചല്ല നല്ല പോലെ. എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഞാനിങ്ങനെ ഇഷ്ടക്കേടാവുന്നത് വരെ ഇടും. പിന്നെ അത് മാത്രമല്ല ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ആണല്ലോ, അപ്പം ഇതുപോലുള്ള ഡ്രസ്സുകളാണ് ഞാൻ കുറച്ചുകൂടി പുറത്ത് പോകുമ്പോൾ ഇടാൻ ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. പിന്നെ ലിപ്സ്റ്റിക്ക് വിട്ടൊരു കളിയില്ല. ഞാൻ കുറച്ച് സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാജൽ, ഈ കാജൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്മേയുടെ ആണ്. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്. എനിക്ക് ഡാർക്ക് സർക്കിൾ ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതലും ബ്രൗൺ ആണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാലും ഞാൻ ഇടയ്ക്ക് ഈ ഷെയ്ഡും ഇടാറുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇത് ഇട്ടിട്ട് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഞാനിതിട്ടിട്ട് കൊള്ളില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇതുപോലുള്ളതൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത്, ചേരുന്നുണ്ടോ ഇല്ലയോ? എനിക്കങ്ങനെ വലിയ ബോറൊന്നും തോന്നിയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ചെറിയൊരു സ്ലിംഗ് ബാഗ് കൂടി ഇട്ടത് എൻ്റെ കൂടപ്പുറപ്പാണ്. ഇതിൻ്റെ വള്ളി പൊട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ശരിയാക്കി. പിന്നെ അതിന് ശേഷം ആ 2 നാര് അത് മസ്റ്റ് ആണല്ലോ. അതോടുകൂടി നമ്മുടെ മേക്കപ്പ് അവസാനിക്കുകയാണ്. വരൂ, നമുക്കിനി അടുത്ത ആളെ പരിചയപ്പെടാം കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സി, യെസ് ഐ ആം ഇൻ ദി സി. നമ്മുടെ ഗെയിമുകളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ടാ കണ്ണട മാറ്റി വയ്ക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല, ഞാൻ ഇത് ആർക്കും തരില്ല. ഇന്ത്യയുടെ എടുത്ത കളി പോയിട്ട് എത്ര നേരം മനുഷ്യ കിട്ടിയോ? കടയായ കട മുഴുവൻ അരിച്ചു പിറക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ എന്തു വെറുതെ കണ്ടകടച്ചവണയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെയായി പോയെന്നുള്ളതിനൊക്കെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതെ, ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു ഉത്ഭവം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ്. സാധാരണ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അമ്മു എന്നാണ് അവളുടെ പേര്. സെപ്റ്റംബർ 10 അവളുടെ മാരേജ് ആണ്. അപ്പോൾ അവൾക്കും കൂടിയുള്ള കുറച്ച് പർച്ചേസിങ് കൂടി ഉണ്ടായിരുന്നു. ആക്ച്വലി ഷീ ഈസ് ജസ്റ്റ് ലൈക്ക് മൈ സിസ്റ്റർ. അപ്പോൾ ഞാൻ അവളും എവിടേക്കും പോവുകയാണെങ്കിൽ ഞങ്ങൾ സാധാരണ വണ്ടിയിലാണ് പോകാറുള്ളത്. അപ്പോൾ അമ്മയും കൂടിയുള്ള കാരണം കൊണ്ട് ഞങ്ങൾ ബസ്സിന് പോകാൻ തീരുമാനിച്ചു. എനിക്കറിയില്ല എന്തിനാ അത്രയും ദൂരം പോയിട്ട് അവളെയും കൊണ്ട് വീണ്ടും ഇങ്ങോട്ട് നടക്കണേന്ന്. ഞാനത് ചോദിച്ചപ്പോൾ അമ്മയും പ്രത്യേകിച്ച് ഒരു മറുപടി പറഞ്ഞില്ല. ആക്ച്വലി അമ്മു എന്നുള്ളത് ഞങ്ങൾ വിളിക്കുന്ന പേരാണ്. അമ്മുവിൻ്റെ ഈ ശരിക്കുള്ള പേര് അമൃത. ആക്ച്വലി ഷീസ് എൻ അഡ്വക്കേറ്റ്. അങ്ങനെ ഞങ്ങളുടെ ബസ് എത്തി. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റാണ് എനിക്കിഷ്ടം. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നു, ഞാൻ ഒറ്റയ്ക്കിരുന്നു. അവിടെ വെയില ചേച്ചി ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് ആ വെയിലത്ത് തന്നെ അവൾ എന്നെ കൊണ്ടിരുത്തി. അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയില്ല, ഇത് മുരിങ്ങൂരാണ് കേട്ടോ. മുരിങ്ങൂര് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവില്ലോ. എൻ്റെ പ്ലേസ് ചാലക്കുടിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അങ്ങനെ ചാലക്കുടി എത്താറായാണ്. കുറച്ച് നാളായി ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട്. ഇരിഞ്ഞാലക്കുട ഡ്യൂട്ടി ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ അവസാനമായിട്ട് ബസ്സിൽ പോയത് കേട്ടോ. അങ്ങനെ ചാലക്കുടി എത്തി. ഞങ്ങൾ ചാലക്കുടിയിൽ ഇറങ്ങി. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ചാലക്കുടിയിൽ തന്നെ ഒരു വൺ ഓഫ് ദി ഫേമസ് ഒരു റെൻ്റൽ ഷോപ്പാണ്. അപ്പം അമ്മൂന് വേണ്ടിയിട്ട് കുറച്ച് കോട്ടും സൂട്ടൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 2-3 റിസപ്ഷൻ വെയേഴ്സ് കണ്ടപ്പോൾ അവൾക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണമെന്ന് തോന്നി. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും എന്തായാലും ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നുണ്ടാവും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ഇട്ട് നോക്കാൻ തോന്നി. അപ്പോൾ അവരെ ഓക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് പോയി. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷോപ്പ് ഇൻ ചാലക്കുടി. ചാലക്കുടിയിലുള്ളവർക്ക് കുറച്ച് ലേഡീസിനൊക്കെ അറിയാമായിരിക്കുന്നു. കുറച്ച് നോർത്ത് ഇന്ത്യൻ ഔട്ട്ഫിറ്റ്സുകളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്. ചെറിയ ഷോപ്പാണ്, പക്ഷെ ഭയങ്കര ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. പ്രൈസിന് വർത്തായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്ന് മിക്കപ്പോഴും വെറുതെ നോക്കി പോകാമെന്നായിരിക്കും വിചാരിച്ച് വരുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോരാറ്. ഞാൻ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. നല്ല ക്ലാസിക് പാർട്ടി വെയർ ചുരിദാർസ്, മോഡൽ സിൽക്ക് സാരീസ്, അജ്രക് സാരീസ്, പിന്നെ അജ്രക് ദുപ്പട്ടാസുകൾ, വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ്. ഒരുപാടല്ല, പക്ഷെ ഉള്ളതൊക്കെ അടിപൊളി കളക്ഷൻസ്. പിന്നെ ആരി വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസസ് ഒക്കെ ഉണ്ട്. ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരുകയും ചെയ്യും. പിന്നെ അമ്മുവിന് ഒരു ബ്ലൗസ് പീസ് നോക്കണമെന്നുണ്ടായിരുന്നു. ഫൈനലി അമ്മു ഒരു ബ്ലൂ കളർ പുടവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് എടുത്തു. അടിപൊളിയായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിലുള്ളൊരു ബ്ലൗസ്. പിന്നെ ഞാൻ ഈ ഒരു കുർത്തി ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ചിക്കൻ കാരി കുർത്തിയാണ്, ലാവൻഡർ ഷെയ്ഡിൽ. ഞാൻ കുറച്ച് നാളായിട്ട് ഇതുപോലത്തെ ഒരു കുർത്തി വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കല്യാൺ സിൽക്സ് ആയിരുന്നു.
അമ്മൂന് ഹൽദിയുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കാനായിട്ട് കല്യാണിക്ക് തന്നെ നമുക്ക് പോകാൻ തന്നെ വിചാരിച്ചു. അതിനകത്തോട് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് ഉടക്കിയത് മുഴുവൻ കുർത്തീസിലാണ്. എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഈ കോട്ടൺ കുർത്തീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എവിടെ കണ്ടാലും എൻ്റെ കണ്ണൊന്ന് അവിടേക്ക് പോകാറുണ്ട്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തീസ് തന്നെയാണ്. പിന്നെ ക്ലിനിക്കിൽ യൂണിഫോം ആയ കാരണം കൊണ്ട് ഇനി അധികം കുർത്തീസ് എടുക്കേണ്ടത് തന്നെ ഞാൻ തീരുമാനിച്ചു. എന്നാലും എന്നിലെ നാഗവല്ലി എവിടെയൊക്കെ ഉണരുന്നത് പോലെ എനിക്ക് തോന്നിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തിനാണ് ഈ ഡ്രസ്സ് വെച്ച് നോക്കണേ എന്നുള്ളത് എനിക്കും അറിയില്ല, അവൾക്കും അറിയില്ല. ഹൽദി ഡ്രസ്സ് നോക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ല കുറച്ച് കളക്ഷൻസൊക്കെ ഞങ്ങൾ നോക്കി. പക്ഷെ ഒരുപാട് റേറ്റിൻ്റെ ഹൽദി ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു 2000 റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, പക്ഷേ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡിസൈനർ സാരീസിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. നല്ല കുറച്ച് ബ്രൈഡൽ ഡിസൈനർ സാരീസ് ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. ലൈക്ക് നോർമൽ വെയേഴ്സ് തന്നെയായിരുന്നു. ബ്രൈഡ്സിന് പറ്റുന്ന കളക്ഷൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ബ്രൈഡൽ സാരി ആണെങ്കിലും സാധാരണ ടൈപ്പ് വെറൈറ്റി കളക്ഷൻസ് ഒന്നും ഞാൻ കല്യാണിൽ കണ്ടില്ല. എനിക്ക് തോന്നുന്നു എറണാകുളത്തും തൃശ്ശൂരാണ് കുറച്ചുകൂടി കളക്ഷൻസ് ഉള്ളതെന്ന്. ഏകദേശം ഒരു 7 മണിയോട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പ്രത്യേകിച്ചൊന്നും കല്യാണം എടുത്തില്ല. അടുത്ത് ഞങ്ങൾ പോയത് ആനമല ജംഗ്ഷനിലുള്ളൊരു ഷോപ്പിലേക്കാണ്. അമ്മയ്ക്കൊരു ജുംക്ക വേണമെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ ആ ഷോപ്പിലേക്ക് പോയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അമ്മ ഉദ്ദേശിച്ച കളക്ഷൻ ഉണ്ടായിരുന്നില്ല അവിടെ. പകരം അമ്മ 1-2 ഐറ്റംസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. രാത്രി ഏകദേശം 8 മണിയായി. ഞങ്ങൾ ഓട്ടോയിലാണ് പിന്നെ തിരിച്ചങ്ങോട്ട് പോയത്. നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എൻ്റെ അമ്മ ഹാപ്പിയായെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനും ഹാപ്പിയായി. അമ്മ വീട്ടിൽ കുറച്ച് ഒതുങ്ങിയിരിക്കുന്ന ആളാണ്. പക്ഷേ അമ്മ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴോ മാക്സിമം ഞങ്ങൾ പുറത്തൊക്കെ പോയി അമ്മേനെ ഹാപ്പി ആക്കാറുണ്ട്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞ് ഒരു ഔട്ടിങ് തന്നെയായിരുന്നു, ഞാനും അമ്മയും അമ്മയും. അപ്പോൾ എൻ്റെ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.